إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد. يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يقول الله تعالى في محكم تنزيله: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد، فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയിൽ ചാലിച്ചെടുത്ത ജീവിതം നയിക്കുവാൻ ഞാൻ ആദ്യമായി എൻ്റെ സ്വന്തത്തോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനുകൾ മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരോട് വസിയത്ത് ചെയ്യുക. കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിൻ്റെ ഇതാഅത്ത്, അല്ലാഹുവിൻ്റെ അനുസരണ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, തിന്മകൾ പരിപൂർണമായും ഉപേക്ഷിക്കുക, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിച്ചുള്ള ജീവിതം നയിക്കുക. ഇതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിന്റെ ആകെ ചുരുക്കം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്ത് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ രക്ഷിതാവിനെ അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് വഹുവ മഅകും ഐനമാ കുൻതും, നീ എവിടെയാണെങ്കിലും ശരി അല്ലാഹു നിന്റെ കൂടെയുണ്ട്. എത്ര വലിയ വിഷമത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും ശരി, എത്ര വലിയ പ്രതിസന്ധികൾക്ക് നടുക്കളത്തിലാണെങ്കിലും ശരി, നീ ഒറ്റപ്പെട്ട് എന്ന് നീ ധരിക്കുകയാണെങ്കിലും ശരി, ആൾക്കാരുടെ മധ്യത്തിലാണെങ്കിലും ശരി, സന്തോഷത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ശരി, വഹുവ മഅകും ഐനമാ കുൻതും, നീ എവിടെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ നീ എവിടെയൊക്കെ ആണെങ്കിലും ശരി, അല്ലാഹു എന്ന നമ്മുടെ രക്ഷിതാവ് പടച്ച തമ്പുരാൻ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു വേറൊരു ചോദ്യം കൂടി ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്: അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഇങ്ങനെയുള്ള അല്ലാഹു ഉണ്ടാകുമ്പോൾ അവന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും അവന്റെ വിഷമങ്ങളും ഹൃദയത്തിന്റെ വേവലാതികളും ആവലാതികളും നൊമ്പരങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ തേട്ടത്തെ അറിയുന്ന അല്ലാഹു അവന്റെ കൂടെ ഉണ്ടാകുമ്പോൾ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അങ്ങനെയുള്ള ഒരു അല്ലാഹു അടിമക്ക് പോരെ എന്ന് അല്ലാഹു ഖുർആനിലൂടെ ചോദിക്കുക.
യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചിട്ട് വാങ്ങണം. എല്ലാ കാര്യങ്ങളും മുഅ്മിനിന്റെ ഇബാദത്തിന്റെ ആകെ ചുരുക്കം അദ്ദുആഉ മുഖൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ മച്ചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളായിട്ട് തീരണം. ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് വാങ്ങിക്കണം. ഇതാണ് നബിമാർ നമുക്ക് പഠിപ്പിച്ചത്. ഇതാണ് സഹാബാക്കളുടെ ചര്യ. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് ഈ കാര്യങ്ങളാണ്. അതുകൊണ്ട് ദുആ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണം. നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം ലഭിക്കണം. അതിന് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ആദ്യമായി സലഫുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് 3 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം ദുആ എന്ന പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്. ആ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായി നമ്മുടെ അമലുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ശിർക്കിൽ നിന്നും പരിപൂർണമായി മുക്തമായിരിക്കും. ശിർക്ക് എന്ന മഹാപാതകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ശിർക്ക് എന്ന അള്ളാഹുവിനോട് ചെയ്യുന്ന കൊടിയ പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് നമ്മുടെ എല്ലാ അമലുകളും ജീവിതവും സുരക്ഷിതമായിരിക്കണം. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ദുആ സ്വീകരിക്കണമോ? വലഖദ് ഊഹിയ ഇലൈക, നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർക്കും, വഇലല്ലദീന മിൻ ഖബ്ലിക വലഖദ് ഊഹിയ ഇലൈക, നിങ്ങൾക്ക് ഞാൻ വഹി നൽകിയ കാര്യത്തിൽപ്പെട്ടതാണ്. വഇലല്ലദീന മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർക്കും ദിവ്യബോധനം നൽകിയ കാര്യത്തിൽപ്പെട്ടതാണ്. ലഇൻ അശ്റക്ത, നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ലഇൻ അശ്റക്ത, നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ വിഷയത്തിലാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കോണിന്റെ ഏതെങ്കിലും മേഖലയിൽ എവിടെയെങ്കിലും നിങ്ങളെ ശിർക്ക് എന്ന ആ പാവം പിടികൂടിയാൽ ലയഹ്ബതന്ന അമലുക, തീർച്ചയായും നിങ്ങളുടെ അമലുകളെ അത് പൊളിച്ചു കളയും. നിങ്ങളുടെ അമലുകളെ അത് പൊളിച്ചു കളയും. അമലുകൾ പൊളിച്ചു കളഞ്ഞാൽ പിന്നെ എപ്രകാരമാണ് അവന്റെ ദുആ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നത്? വലതകൂനന്ന മിനൽ ഖാസിരീൻ, ആ ശിർക്ക് എന്ന പാതകമുണ്ടല്ലോ, ആ കൊടും പാതകം, ഇന്ന ശിർക ലദുൽമുൻ അസീം, തീർച്ചയായും ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ലദുൽമുൻ അസീം, അതിക്രമമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആ കാര്യം, ലതകൂനന്ന മിനൽ ഖാസിരീൻ, നിന്റെ അമലുകളെ പൊളിച്ചു കളയും മാത്രമല്ല, അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, നീ പരാജിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിനക്ക് വഹി നൽകിയിരിക്കുകയാണ്, നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർക്കും ഈ ദിവ്യബോധനം ഞാൻ നൽകിയിട്ടുണ്ട്. ശിർക്ക് ചെയ്താൽ ഒരു അമലും സ്വീകരിക്കുന്നതല്ല. ദുആ ചെയ്യുമ്പോൾ ശിർക്കിൽ നിന്നും മുക്തമായ ഹൃദയത്തോടു കൂടിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമതായി ദുആക്ക് നമ്മൾ നമ്മുടെ ദുആഇന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും ഇജാബത്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കേണ്ടതെങ്കിൽ, രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഇഖ്ലാസാണ്. എന്ത് ചോദിക്കുന്നെങ്കിലും അല്ലാഹുവിന് വേണ്ടി ചോദിക്കണം. അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ചോദിക്കേണ്ടത്. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവിന് വേണ്ടി ചോദിക്കണം. ഒരാൾക്ക് വേണ്ടിയും അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊള്ളുക, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക, മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിന്റെ ദീനിൽ കീഴ്വഴക്കമുള്ളവനായി അല്ലാഹുവിന് വേണ്ടി മാത്രം നിങ്ങൾ ചോദിച്ചു കൊള്ളുക. ഒന്ന് ശിർക്കിൽ നിന്ന് മുക്തമാകണം, രണ്ടാമത് അല്ലാഹുവിന് വേണ്ടി ചെയ്യണം, മൂന്നാമതായി ഏതൊരു അമലും മുഅ്മിനിന്റെ ഏതൊരു അമലും സ്വീകരിക്കണമെങ്കിൽ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം ചെയ്തോ അതുപോലെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ ദുആ ചെയ്തത് അതുപോലെ ചെയ്യുക. അതിനുള്ള മര്യാദകൾ പൂർത്തീകരിക്കുക. കാരണം ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, അത്തിഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വ അത്തിഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം ഒരുപക്ഷെ നിങ്ങളുടെ അമലുകളെല്ലാം വൃഥാവിലായി പോകും, നിങ്ങളുടെ ദുആകൾ നമസ്കാരങ്ങളെല്ലാം പാഴായി പോകും. അതുകൊണ്ട്
വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ പാഴാക്കി കളയല്ലേ, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കി കളയല്ലേ. കാരണം അല്ലാഹുവിനെ അനുസരിച്ചില്ലെങ്കിൽ എപ്രകാരം പ്രശ്നമാണോ അതുപോലെ തന്നെ പ്രശ്നമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുസരിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ദുആക്കിറങ്ങുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശിർക്കിൽ നിന്നും ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഏതൊരു വസ്തുവാണെങ്കിലും ശരി, അല്ലാഹു അല്ലാത്ത വസ്തുവാണെങ്കിലും ശരി, വ്യക്തിയാണെങ്കിലും ശരി, ജീവനുള്ളതാണെങ്കിലും ശരി, ജീവനില്ലാത്തതാണെങ്കിലും ശരി, എല്ലാത്തിൽ നിന്നും ഹൃദയത്തെ മുക്തമാക്കി അല്ലാഹുവിന് വേണ്ടി മാത്രം ഹൃദയത്തെ തിരിച്ച് ദുആ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ദുആക്കുള്ള കടമ്പ. രണ്ടാമതായി പറഞ്ഞു അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോട് കൂടി ചെയ്യണം. മൂന്നാമതായി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രീതിയിൽ ചെയ്യണം. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ദുആക്ക് മുമ്പ് നമ്മൾ തയ്യാറെടുക്കേണ്ട രീതിയാണ് പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് വരുത്തി എന്നതിന് ശേഷം അല്ലാഹുവിനോട് ചോദിക്കുക. ശേഷം ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എപ്രകാരം ദുആ ചെയ്യണം? ദുആക്ക് മുമ്പ് ഇസ്തിഗ്ഫാർ ചെയ്യണം. الاستغفار قبل الدعاء അല്ലെങ്കിൽ التوبة قبل الدعاء. അല്ലാഹുവിനോട് കാര്യം ചോദിക്കുമ്പോൾ, ദുനിയാവിന്റെ ആകട്ടെ ആഖിറത്തിന്റേതാകട്ടെ, ഒരു കാര്യം ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് ചെയ്ത തിന്മകൾ ഏറ്റുപറയണം. അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടല്ല, ശൈത്താന്റെ ശർറിൽപ്പെട്ട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടല്ല, നഫ്സിന്റെ ശർറിൽപ്പെട്ട് നഫ്സാനിയത്തിൽപ്പെട്ട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടല്ല. അല്ലാഹുവിനോട് ഇത് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിന് നൽകിയ ഉപദേശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. അവർക്ക് നാട്ടിൽ മഴയില്ലാത്ത സന്ദർഭത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ആദ്യമായി തന്നെ പറഞ്ഞത് നിങ്ങൾ പോയിട്ട് അല്ലാഹുവിനോട് മഴ ചോദിക്കുക എന്നല്ല പറഞ്ഞത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് പാപമോചനം തേട്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും. നൂഹ് നബി അലൈഹിസ്സലാം ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉപദേശമാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേട്, അവൻ പാപങ്ങളെല്ലാം പുറത്തു തരും. നാട്ടിൽ ദയനീയമായ അവസ്ഥ വന്നപ്പോൾ, മഴയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ, ആൾക്കാർക്ക് വേവലാതിയും ആവലാതിയും ഉണ്ടായപ്പോൾ ആദ്യമായി പറഞ്ഞത് അല്ലാഹുവിനോട് പോയിട്ട് മഴയെ തേടാനല്ല, ആദ്യമായി പറഞ്ഞത് ചെയ്ത തിന്മയിൽ നിന്ന് അല്ലാഹുവിനോട് പശ്ചാത്താപം പാപമോചനം തേടണം. മാത്രമല്ല പശ്ചാത്തപിക്കണം. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങ്. ഇനി ആ തിന്മ ചെയ്യില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് ദുആ ചെയ്യും. എന്നാൽ അങ്ങനെ ദുആ ചെയ്താൽ, ഇസ്തിഗ്ഫാർ തേടി തൗബ ചെയ്തു ശേഷം ദുആ ചെയ്താൽ അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, യുർസിലിസ് സമാഅ അലൈക്കും, അല്ലാഹു ആകാശലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കി തരും. ആകാശലോകത്തിൽ നിന്നും, അതായത് അവർക്ക് മഴയായിരുന്നു ആവശ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ കൊടുത്തു. ശേഷം പറയുകയാണ്, വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു അവസ്ഥയിലാണോ നിങ്ങളുള്ളത്, ആ അവസ്ഥയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്രയോ ഇരട്ടി ഉയരത്തിലേക്ക് അല്ലാഹു നിങ്ങളുടെ ഖുവ്വത്തിനെ ഉയർത്തും. നിങ്ങളുടെ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു തരും. അതുകൊണ്ട് ദുആ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ പശ്ചാത്താപ മനസ്സോടുകൂടി നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റു പറയണം. ശേഷം സഹോദരന്മാരെ ദുആ ചെയ്യണം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ, വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു ഏറ്റവും പരിശുദ്ധമായതിനെ അല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അല്ലാഹു ത്വയ്യിബാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായവനാണ് അല്ലാഹു. അതുകൊണ്ട് സഹോദരന്മാരെ, കലങ്കമുള്ളത് അല്ലെങ്കിൽ കലർപ്പുള്ളത് കളങ്കമായതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ലാ യഖ്ബൽ, അല്ലാഹു സ്വീകരിക്കുന്നതല്ല, ഇല്ലാ ത്വയ്യിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിനെ അല്ലാതെ. വ ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ച കാര്യം മുർസലീങ്ങളോടും കൽപ്പിച്ച അതേ കാര്യം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങളായ ആൾക്കാരോട് ദുആ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തയ്യാറെടുക്കേണ്ട തയ്യാറെടുപ്പാണ് പറയേണ്ടത്. ഏതെങ്കിലും സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭാതത്തിൽ തിന്മകൾ ചെയ്ത്
ചെയ്ത് സഹോദരന്മാരെ തിന്മയിൽ മുഴുകിയ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ പടിവാതിൽകൾ ചെന്ന് എന്തുകൊണ്ട് നമ്മൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉമ്മത്തിന് ഉത്തരം ലഭിക്കാത്തത്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുർസലീങ്ങളോട് ഏതൊന്നാണോ അള്ളാഹു കൽപ്പിച്ചത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹാ, അല്ലയോ പ്രവാചകന്മാരെ നിങ്ങൾ ഏറ്റവും നല്ലതിനെ മാത്രം ഭക്ഷിക്കുക, വഅമലൂ സാലിഹാ, സൽകർമ്മങ്ങൾ മാത്രം ചെയ്യുക. ഇതാരോട് കൽപ്പിച്ച കൽപ്പനയാണ്? യാ അയ്യുഹർ റുസുൽ, പ്രവാചകന്മാർക്കുള്ള കൽപ്പനയാണ്. ഖുർആനിൽ അല്ലാഹു എടുത്തുദ്ധരിച്ച കൽപ്പനയാണിത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹ്, നിങ്ങളും പ്രവാചകന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഭൂമിയിൽ വെച്ച് ഏറ്റവും ഹലാലായതും ത്വയ്യിബായതും മാത്രം ഭക്ഷിച്ചാൽ മതി, മാത്രം ഭുജിച്ചാൽ മതി. ശേഷം മുഅ്മിനീങ്ങൾ അല്ലാഹു പറയുകയാണ്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, ഞാൻ നിങ്ങൾക്ക് റിസ്കായി ഉപജീവനമായി തന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ മാത്രം നിങ്ങൾ ഭക്ഷിക്കുക, ഏറ്റവും ഹലാലായത്, ഏറ്റവും ആരോഗ്യത്തിന് നല്ലതായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യുക. ഈ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുകയാണ്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? മുർസലീങ്ങളോട് കൽപ്പിച്ച അതേ കൽപ്പന തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ ഭക്ഷണത്തിന്റെ രീതിയെ കുറിച്ച് പറഞ്ഞു, ഹലാലും ത്വയ്യിബുമായത് മാത്രം ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ദക്കറ റജുല, പിന്നീട് ഒരു വ്യക്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതീലു സഫർ അശ്ഖസു അഖ്ബർ, യുതീലു സഫർ, ധാരാളമായി യാത്ര ചെയ്തതിന്റെ എല്ലാ അടയാളങ്ങളിലും അയാൾ കാണുന്നുണ്ട്. അശ്ഖസ അക്ബർ, അതായത് മുടികൾ പാറിപ്പിടിക്കുന്നുണ്ട്, ജട പിടിച്ച മുടി, ശരീരമാകെ പൊടികളാൽ വികൃതമായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമുദ്ദു യദൈഹി ഇലസ്സമാ, ആ മനുഷ്യനാണെങ്കിൽ തന്റെ ഇരു കരങ്ങളും അല്ലാഹുവിലേക്ക് നീട്ടുകയാണ്. യാത്രയിലെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഈ സമുദായത്തിലെ ഒന്നുമില്ലാത്ത ആൾക്കാരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഇതൊക്കെ ഹദീസിൽ വാരിദായ കാര്യമാണ്. ഇതിനൊക്കെ ചേർത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യാത്രയുടെ കാഠിന്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി പറഞ്ഞു. മുടിയിലാണെങ്കിൽ ജട പിടിച്ചിരിക്കുന്നു, ശരീരത്തിലാണെങ്കിൽ പൊടികൾ പിടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ദുആ ചെയ്യുന്നത്, സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യമുദ്ദു യദൈഹി ഇലസ്സമാ, ആ വ്യക്തി ഒരു വ്യക്തികളോടുമല്ല ചോദിച്ചത്, അള്ളാഹുവിന്റെ ഒരു പടപ്പുകളോടുമല്ല ചോദിച്ചത്, ആകാശത്തിലേക്കാണ് കൈ ഉയർത്തിയത്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബ്, യാ റബ്ബ്. ശേഷം അവൻ എന്താണ് വിളിക്കുന്നത്? യാ റബ്ബ്, അല്ലയോ എന്റെ രക്ഷിതാവേ, അല്ലയോ എന്റെ രക്ഷിതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വമത്അമുഹു ഹറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പക്ഷെ പ്രശ്നം ഇവിടെയാണ്. വമത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്. സഹോദരന്മാരെ, ഹറാം എന്ന് സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മോഷ്ടിച്ചത് മാത്രം കടന്നു വരല്ലേ? അത് നമ്മളെ ശൈത്താൻ ഏറ്റവും വലിയ വഞ്ചനയിൽ കുടുക്കിയിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു രൂപ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10 രൂപ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് പശ്ചാത്താപം വരുമ്പോൾ നമ്മൾ 10 രൂപ ഒരു പക്ഷെ 100 രൂപയായി തിരിച്ചു കൊടുക്കും. നമ്മൾ ഇന്ന് കാണുന്ന ചെറിയ പലിശയുടെ വിഭവങ്ങൾ മുതൽ അതിന്റെ ഏറ്റവും, അത് വീടിന്റെ ആണെങ്കിലും ശരി, കാറിന്റെ ആണെങ്കിലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, ഇസ്ലാം ഹറാമാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയത് ഹറാം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ദുആകൾ പലപ്പോഴും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ചെറിയ നിസാരമായിട്ട് കണ്ട വസ്തുക്കളായിരിക്കും. അല്ലാഹു നമ്മളെ പരിപൂർണമായും അതിൽ നിന്ന് മുക്തമായ ജീവിതം നമുക്ക് നൽകുമാറാകട്ടെ. വമത്അമുഹു ഹറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്. ശേഷം പറഞ്ഞു, വഗുദിയ ബിൽ ഹറാം, അവനാണെങ്കിൽ ഹറാമിൽ ഇങ്ങനെ വിഹരിച്ച് ജീവിക്കുകയാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക, പിന്നെ എപ്രകാരമാണ് ആ വ്യക്തിക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നത്? എപ്രകാരം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ഇജാബത്ത് നൽകും?
അതുകൊണ്ട് ദുആ ചെയ്യുന്ന വ്യക്തി സഹോദരന്മാരെ ഹറാമിൽ നിന്നും പരിപൂർണമായും മാറി നിന്നിട്ടായിരിക്കണം ആ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഫല്യസ്തജീബൂ ലി വൽയുമിനൂ ബി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലി വൽയുമിനൂ ബി. എന്നിൽ വിശ്വസിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും സഹോദരന്മാരെ സഹാബാക്കളെ എപ്രകാരമാണ് അല്ലാഹു ഒരു ദുആയിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ അമലിലൂടെയും സഹായിച്ചത്. നമ്മുടെ മുമ്പിൽ എണ്ണമറ്റ സംഭവങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ ആദ്യമായ വിശ്വാസമുണ്ടാക്കി തിന്മയിൽ നിന്ന് മാറി നിന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം. പിന്നീട് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദുആ ചെയ്യുമ്പോൾ 4 സിഫത്തുകളോട് കൂടി 4 വികാരത്തോടു കൂടി ദുആ ചെയ്യണം. 4 വികാരത്തോടു കൂടി. ഒന്നാമതായി ഖുഫിയ, ഏറ്റവും രഹസ്യമായിട്ടായിരിക്കണം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്താണ് രഹസ്യമെന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. തളർറുഅൻ, വിനയത്തോടു കൂടി ദുആ ചെയ്യണം. റഗ്ബതൻ, പ്രതീക്ഷയോട് കൂടി ദുആ ചെയ്യണം. നിരാശയോട് കൂടി കിട്ടുവോ ഇല്ലേ എന്ന സംശയത്തോടു കൂടിയല്ല. 100% എന്റെ രക്ഷിതാവ് എനിക്ക് തരാൻ കഴിവുള്ളവനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി പ്രതീക്ഷയോട് കൂടി ദുആ ചെയ്യണം. റഹ്ബതൻ, പേടിയോടും കൂടി ദുആ ചെയ്യണം. അല്ലാഹുവിനെ എപ്പോഴും പേടി ഉണ്ടായിരിക്കണം മനസ്സിൽ. റഗ്ബതൻ, പ്രതീക്ഷ ഉണ്ടാകണം, നിരാശ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല അല്ലാഹുവിന് പേടിയും ഉണ്ടായിരിക്കണം. സഹോദരന്മാരെ, അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ദുആ ചെയ്യുക, അവനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. തളർറുഅൻ വഖുഫിയ, വിനയാനുതരായിക്കൊണ്ടും. വഖുഫിയ, പതുക്കനെ ചെറിയ ശബ്ദത്തിൽ, വലിയ അട്ടഹസിക്കാതെ. കാരണം സഹോദരന്മാരെ, ദുആ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നതാണ്. പലപ്പോഴും മൈക്ക് കെട്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അട്ടഹസിച്ച് പടച്ച തമ്പുരാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ അടുക്കലുള്ളത് എങ്ങനെയെങ്കിലും സ്വന്തം പക്കലാക്കാം, ജനങ്ങളുടെ അടുക്കലുള്ള വിഭവങ്ങൾ എങ്ങനെയെങ്കിലും എന്റേതാക്കി തീർക്കാം. അവരോട് യാചിക്കാതെ സഹോദരന്മാരെ ഇൻഡയറക്റ്റ് ആയിട്ട് യാചിക്കുകയാണ്. പടച്ചോന് ചോദിക്കുന്നതിന് പകരം, ദുആക്ക് പകരം ദുനിയാവിയായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതാണ് ഖുർആനിൽ പറഞ്ഞത്, ഉദ്ഉ റബ്ബക്കും. ദുആന്റെ രീതി എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നത് പള്ളിയിലെ ഇമാമല്ല, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നത് നിനക്കും നിന്റെ രക്ഷിതാവിനുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിന്റെ ഹൃദയത്തിന്റെ വേദന നീ നിന്റെ റബ്ബിനോട് ചോദിക്ക്. തളർറുഅൻ, ഏറ്റവും വിനയാനുതനായിക്കൊണ്ട് അള്ളാന്റെ മുമ്പിൽ പൊട്ടിക്കരയും. അള്ളാന്റെ മുമ്പിൽ സഹോദരന്മാരെ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്ക്. ഖുഫിയ, ഏറ്റവും ചെറിയ ശബ്ദത്തോടു കൂടി ചോദിക്ക്. ഇന്നഹു, ശേഷം അല്ലാഹു അടുത്ത വചനം പറയുകയാണ്, ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കടക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ എന്താണ് പറഞ്ഞത്? ദുആന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിര് കടക്കുന്നവർ എന്ന് പറഞ്ഞാൽ, ദുആയിൽ അതിര് കടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. തളർറുഅൻ, വിനയത്തോടു കൂടി അല്ലാഹുവിനോട് ചോദിക്കണം. അഹങ്കാരത്തോടു കൂടി അല്ലാഹുവിനെ ചോദിക്കുന്നത് ഇഷ്ടമല്ല. അല്ലാഹു അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്നതല്ല. വഖുഫിയ, ഏറ്റവും രഹസ്യമായി അല്ലാഹുവിനോട് ചോദിക്കണം. പതുങ്ങിയ ശബ്ദത്തിൽ അല്ലാഹുവിനോട് ചോദിക്കണം. ആർത്തട്ടഹസിച്ച് അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ശേഷം അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വലാ തുസ്രിഫു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഈ സമുദായത്തിൽ നന്മയുണ്ടായതിനു ശേഷം നിങ്ങൾ അതിർ ലംഘിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും അതിർ ലംഘിച്ച് ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് അല്ലാഹു പറയുകയാണ്. ഫദ്ഉഹു, ശേഷം പറഞ്ഞു 2 സിഫത്തുകൾ നമ്മൾ പറഞ്ഞു. വിനയാനുതരായിരിക്കണം. വേറൊരു കാര്യം പറഞ്ഞു, പതുങ്ങിയ ശബ്ദത്തിലായിരിക്കണം പറഞ്ഞത്. ഫദ്ഉഹു, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. ഖൗഫൻ, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട നിലയിൽ. വതമഅ, ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്ന നിലയിൽ. ഏറ്റവും ഭയവും വേണം, പ്രതീക്ഷയും വേണം. അൽ ഈമാനു ബൈനൽ ഖൗഫി വറജാ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലുള്ള വലിയൊരു സാധനമാണ് ഈമാൻ. അള്ളാഹുവിന് ഭയം വേണം. പക്ഷെ ആ ഭയം ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയാൻ പാടില്ല. അള്ളാഹുവിൽ വലിയ പ്രതീക്ഷ വേണം. പക്ഷെ ആ പ്രതീക്ഷ ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് നമ്മൾ അകറ്റാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള അമലായിരിക്കണം. സഹോദരന്മാരെ, വേറൊരു
അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ച സന്ദർഭം അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഇസ്നാദാ റബ്ബഹു നിദാൻ ഖഫിയ, തനിച്ചിരുന്നുകൊണ്ട് പതുങ്ങിയ ശബ്ദത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ച സന്ദർഭം. പ്രവാചകന്മാരുടെ ദുആകൾ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത് 100% അല്ലാഹു ഉത്തരം കൊടുത്ത ദുആയാണ്, 100% അല്ലാഹു സ്വീകരിച്ച ദുആയാണ്. അതുകൊണ്ടാണ് മാതൃകക്ക് വേണ്ടി നമ്മളോട് പ്രവാചകന്മാരുടെ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് ദുആ ചെയ്യേണ്ട രീതി എപ്രകാരമാണ്? 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 4 കാര്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വാക്കിൽ നിന്നുള്ള ഇജാബത്ത് ആ ദുആഇനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുകയും യാതൊരു വസ്തുവിനെയും ശിർക്ക് ചെയ്യാത്ത രീതിയിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നവരുടെയും കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വ ചെയ്ത് ജീവിക്കുവാൻ ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഫഅാലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നതെന്തും നിഷ്പ്രയാസം ചെയ്തു തീർക്കുന്നവനാണല്ലോ. നമ്മുടെ ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ തുല്യമാണ്. നമ്മൾ നടക്കാതിരിക്കുന്ന കാര്യം അല്ലാഹുവിന് നടക്കുന്ന കാര്യമാണ്. നമ്മുടെ പദ്ധതികൾ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങുകൾ, നമ്മുടെ ഹൃദയത്തിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തന്ത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ അല്ലാഹുവിന്റെ ഒരു തന്ത്രവും പ്ലാനിങ്ങും പദ്ധതികളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അടിവരയിട്ട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണം. ചോദിക്കുമ്പോൾ ശിർക്കിൽ നിന്നും മുക്തമായിരിക്കണം. ചോദിക്കുമ്പോൾ അല്ലാഹുവിന് വേണ്ടി മാത്രം ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിൽ ചോദിക്കണം. മൂന്നാമതായി 2 കാര്യങ്ങൾ പറഞ്ഞു. സിഫത്തുകൾ ഉണ്ടായിരിക്കണം, ഹറാമിൽ നിന്നും സുരക്ഷിതമായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ആവർത്തിച്ച് ചോദിക്കണം. ഒരു കാര്യം ചോദിക്കുമ്പോൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ كان النبي صلى الله عليه وسلم يعجبه أن يدعو 3 ويستغفر 3. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ദുആ ചെയ്യുന്നത് ഇഷ്ടപ്പെടുമായിരുന്നു. അതേപോലെ തന്നെ വയസ്തഗ്ഫിറ 3 3 പ്രാവശ്യം ഇസ്തിഗ്ഫാറും ചെയ്യുമായിരുന്നു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവർത്തിച്ച് ചോദിക്കലാണ്. ഓരോ കാര്യങ്ങളും ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പെറുക്കിയെടുത്ത് ഓരോ കഷ്ണങ്ങളായി അല്ലാഹുവിനോട് ചോദിക്കുമായിരുന്നു. ചെറിയ കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കും, വലിയ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചോദിച്ചു തീർക്കുമായിരുന്നില്ല. നേരെ മറിച്ച് ദുആഇന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ സമയം കണ്ടെത്തിയിരുന്നു. കാന യദഉ ബിഹാദിഹി ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചെയ്യുമായിരുന്നു. റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ. ഖതീഅതി, ഞാൻ മനഃപൂർവ്വം ചെയ്തതായ പാപങ്ങൾ. വജഹ്ലി, എൻ്റെ അബദ്ധത്തിലും ഞാൻ മറന്നുപോയതും ചെയ്തതായ കാര്യങ്ങൾ, അജ്ഞതയിലും അബദ്ധത്തിലും വന്ന
കാര്യങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ. വ ഇസ്രാഫി, ഞാൻ അതിരുകടന്ന കാര്യങ്ങൾ, അംരി കുല്ലി, എന്റെ കാര്യങ്ങൾ ഞാൻ അതിരുകടന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണമേ. വമാ അൻത അഅലമു ബിഹി മിന്നി, നീ എന്നെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണമേ. ഖാലി റബ്ബിഗ്ഫിർലി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയുകയാണ്. ശേഷം പറഞ്ഞു അല്ലാഹുമ്മ ഗ്ഫിർലി ഖതായായ വഅംദി വജഹ്ലി വഹസ്ലി വകുല്ല ദാലിക ഇൻദി. അള്ളാഹുവിനോട് ശേഷം അതേ ദുആയിൽ പറയുകയാണ്, അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ, മനഃപൂർവ്വം ചെയ്തത് നീ പുറത്തു തരണമേ, ഞാൻ അബദ്ധവശാൽ ചെയ്തത് പുറത്തു തരണമേ, ഞാൻ തമാശ രൂപേണ ചെയ്തത് പുറത്തു തരണമേ. വകുല്ല ദാലിക ഇൻദി, എന്റെ അടുക്കൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, അല്ലാഹുവേ ഞാൻ മുൻകൂട്ടി ചെയ്തത് നീ പുറത്തു തരണമേ. വമാ അഖർതു, ഞാൻ പിന്തിച്ച് ചെയ്തത് നീ പുറത്തു തരണമേ. വമാ അസ്റർതു വമാ അഅലൻതു, ഞാൻ രഹസ്യമാക്കി ചെയ്തതും പരസ്യമാക്കി ചെയ്തതും ഞാൻ പുറത്തു തരണമേ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പാപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്. പ്രവാചകന്മാരൊക്കെ പാപത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്തമാക്കിയവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രീതിയിൽ അള്ളാഹുവിനോട് പാപമോചനം തേടിയത് രണ്ട് കാര്യത്തിന്റെ പേരിലാണ്. ഒന്ന്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്, ഈ ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ രീതിയിലാണ് ദുആ ചെയ്യേണ്ടത്. ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ദുആ ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ആവർത്തിച്ച് ദുആ ചെയ്യുമായിരുന്നു, വേർതിരിച്ച് ദുആ ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ എന്ന് പറയാതെ മനഃപൂർവ്വം ചെയ്തത്, മറന്ന് ചെയ്തത്, ഞാൻ അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ചെറുപാവം, വൻപാവം, എല്ലാ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഇത് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന യുഖാൽ, സലഫുകൾ പറയുമായിരുന്നു, അഫ്ളലു ദുആഇ ഇൽഹാഇ അല്ലാഹി വത്തദഉ, അഫ്ളലു ദുആഇ, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആവർത്തിച്ച് പറയലും അല്ലാഹുവിനോട് വിനയം ചെയ്ത് ചോദിക്കലുമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല. സഹോദരന്മാരെ, 75 വർഷം 80 വർഷം തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല. ഞാൻ 70 വർഷം തഹജ്ജുദ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന ഗമയോട് കൂടിയല്ല അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അള്ളാഹുവേ, നീ തന്ന ശ്വാസം ശ്വസിച്ച്, നീ തന്ന വെള്ളം കുടിച്ച്, നീ തന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു പാപിയായ അടിമയാണ് എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടിയായിരിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ദുആ ചെയ്യേണ്ട വേളയിൽ ഏറ്റവും വിനയമുണ്ടാകണം. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കൈ ഉയർത്താൻ സമയം കണ്ടെത്തുന്നത് വലിയ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ അവസാനമായി ഇനി അള്ളാഹുവിൽ മാത്രമേ അഭയസ്ഥാനമുള്ളൂ എന്ന അവസ്ഥ എത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കൈ ഉയർത്തുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുകയാണ്, സുഖത്തിന്റെ വേളകളിൽ അവർ അള്ളാഹുവിനെ മറക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടും വേവലാതികളും വന്നാൽ അവർ അള്ളാഹുവിനെ ഓർക്കും. അള്ളാഹു പറയുകയാണ്, വൈദാ മസ്സൽ ഇൻസാനു ദുർറുൻ ദആനാ ലിജബ്ബിഹി ഔ ഖാഇദൻ ഔ ഖായിമ. മനുഷ്യനെ എന്ന് പറയുന്ന ഈ വർഗമുണ്ടല്ലോ, ഇവൻ എന്തെങ്കിലും മുസീബത്ത് അകപ്പെട്ടാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ ഇവൻ സംഭവിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇവൻ യാത്ര ചെയ്യുന്നതെങ്കിൽ, ദആനാ, അവൻ നമ്മുടെ വിളിക്കും, ലിജബ്ബിഹി ഔ ഖാഇദൻ ഔ ഖായിമ, അവൻ കിടത്തത്തിലും അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യൽ എന്നായിരിക്കും പണി. ഔ ഖാഇദൻ, അവൻ ഇരുന്നിട്ടും അല്ലാഹുവിനോട് ചോദിക്കൽ എന്നായിരിക്കും പണി. ഔ ഖായിമ, നിന്നുകൊണ്ടും അവന്റെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും അവൻ അല്ലാഹുവിനോട് ചോദിക്കലായിരിക്കും. ഏത് സമയത്ത്? പ്രതിസന്ധി ഘട്ടത്തിലും പ്രശ്നവേളകളിലും. ശേഷം അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്,
ഫലമ്മാ കശഫ്നാ, ഇങ്ങനെയൊക്കെ അവൻ ദുആ ചെയ്തു. രാത്രിയിലും പകലിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും അവൻ എല്ലാ സമയത്തും അവന്റെ നൃത്തത്തിലും അവൻ ദുആ ചെയ്തു. അങ്ങനെ ഞാൻ അവനോട് ദയ തോന്നി. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു, അവന്റെ ആ ബുദ്ധിമുട്ട് ഞാൻ എടുത്തു കളഞ്ഞാൽ, അവൻ ഏതൊരു പ്രയാസത്തിലാണോ ആ പ്രയാസം എടുത്തു കളഞ്ഞാൽ, അതിനെ നാം ദൂരീകരിച്ചാൽ, അള്ളാഹു പറയുകയാണ്, നാം അതിനെ ദൂരീകരിച്ചാൽ ഒരു കാര്യം പോലും അവനോട് ചോദിക്കാത്തത് പോലെയാണ് അവൻ ഭാവിക്കുന്നത്. ഇതിനു മുമ്പ് അവൻ ദുആ ചെയ്തിട്ടേയില്ല, ആ രീതിയിലായിരിക്കും അവന്റെ പെരുമാറ്റം. ഇത്രയൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു ദുആ നിമിത്തമായി അവന്റെ ആ ബുദ്ധിമുട്ട് മാറ്റിക്കളഞ്ഞ്. പക്ഷേ അവൻ സഹോദരന്മാരെ ഇന്നേ വരെ അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത അഹങ്കാരത്തോടുകൂടി ഹുങ്കോടുകൂടിയായിരിക്കും അവൻ നടക്കുന്നത്. ദുആ ചെയ്ത കാര്യം നിഷേധിക്കും എന്നല്ല അള്ളാഹു പറഞ്ഞത്, നേരെ മറിച്ച് അവന്റെ പ്രവർത്തികൾ സാക്ഷ്യം വഹിക്കും. ഇന്നേ വരെ അവന് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് നിഅമത്തുകൾ വരുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാണ് തഅറഫ് ഇലൈഹി ഫിർ റഖാ, ബുദ്ധിമുട്ടിന്റെ ആവലാദികളുടെ വേവലാദികളുടെ വേളയിൽ മാത്രമല്ല, നിനക്ക് ഏറ്റവും സന്തോഷകരമായ സമയത്ത് നീ അള്ളാഹുവിനെ സ്മരിക്കുവാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനും വേണ്ടി സമയം കണ്ടെത്തുക. യഅരിഫുക ഫി ശിദ്ദ, നിന്റെ കഠിനമായ വേളകളിൽ, നിനക്ക് ഉറക്ക് പോലും ലഭിക്കാത്ത വേളകളിൽ യഅരിഫുക, അള്ളാഹു നിന്നെ തിരിച്ചറിയുകയും അള്ളാഹു നിന്നെ സ്മരിക്കുകയും ചെയ്യും. അതായത് നിന്റെ പ്രതിസന്ധികളിലും പ്രശ്നത്തിലും അള്ളാഹു ഇടപെടണമെങ്കിൽ നീ സുഖത്തിന്റെയും സൗഖ്യത്തിന്റെയും വേളകളിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്ത്, സഹോദരന്മാരെ, അള്ളാഹുവിനോട് ദുആ ചെയ്ത് നന്ദിയുള്ള ജീവിതം നയിക്കണം. അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് നൽകിയ ഉപദേശമാണ്. അതുകൊണ്ട് ദുആ എന്ന ഈ അത്ഭുത വികാസം, അല്ലെങ്കിൽ ദുആ എന്ന മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധം, അത് സഹോദരന്മാരെ നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ വലുതും ചെറുതുമായ എല്ലാവിധ പാപങ്ങളും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാവിധ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിക്കുവാൻ നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസരിച്ചുള്ള ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മാതാപിതാക്കൾ, ഗുരുനാഥന്മാരെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ത്വാഅത്തിലായ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും റാഹത്തും ബറക്കത്തും മനസ്സമാധാനവും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ കാരണം സന്തോഷം മാത്രം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും സബ്ർ, ശുക്ർ, ഫിക്ർ, സബ്ർ എല്ലാ സിഫത്തുകളും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ട് അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസം സഹിക്കുന്നവരുടെ പ്രയാസങ്ങളും കടമുള്ളവരുടെ കടവും അള്ളാഹു വീട്ടി കൊടുക്കുമാറാകട്ടെ. രോഗികളുടെ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ആജിലും മുസ്തമിറുമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا رب ارحمهما كما ربياني صغيرا. اللهم يسر عسيرنا وسهل أمورنا وقل حوائجنا يا قاضي الحاجات. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.